താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കിയ രീതി വിമർശിച്ച് നടൻ രമേശ് പിഷാരടി വനിതാ സംവരണം അനിവാര്യമാണെന്നിരിക്കെ കൃത്യവും പ്രായോഗികവുമായ ബൈലോ ഭേദഗതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് പിഷാരടി സംഘടനയ്ക്ക് കത്തയച്ചു. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കാനായി കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി വനിതകളെ ഉൾപ്പെടുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മത്സരാർത്ഥി കൂടിയായിരുന്ന നടൻ രമേശ് പിഷാരടി രംഗത്തെത്തിയത്. സംഘടനയുടെ ബൈലോ പ്രകാരം 4 സീറ്റിൽ വനിതാ സംവരണം വേണമെന്നിരിക്കെ ആ സീറ്റുകളിൽ വനിതകളെ മാത്രമേ മത്സരിപ്പിക്കാവൂ എന്ന നിർദ്ദേശമാണ് രമേശ് പിഷാരടി കത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ഇത് ബൈലോ ഭേദഗതി വരുത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമ്മയിലെ ഭാരവാഹിത്വത്തിൽ സ്ത്രീ സംവരണം നിലവിലുണ്ട്. അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നമ്മൾ 4 സ്ത്രീകൾ വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിയിടുകയും അങ്ങനെ മാറ്റിയിടുന്ന സീറ്റുകളിൽ പുരുഷന്മാർ മത്സരിക്കാതിരിക്കുകയും 4 പേരാണ് വേണ്ടതെങ്കിൽ ആ 4 പേര് റെഡിയാണെങ്കിൽ പിന്നീട് ഒരു ഇലക്ഷൻ ആവശ്യമില്ല. അല്ലെങ്കിൽ 4ൽ കൂടുതൽ ആളുകൾ വന്നാൽ ഇലക്ഷൻ നടത്തി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടെന്നുള്ളതാണ് ആ കത്തിലൊരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 4 സ്ത്രീകൾ വേണം എന്നുള്ള കാര്യം പൂർത്തിയാക്കത്തക്ക രീതിയിൽ 4 പേര് തിരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. 4 പേർക്ക് അതിനുള്ള വോട്ടുകൾ കിട്ടിയില്ല. അപ്പോൾ വോട്ടുകൾ കിട്ടാതെ വന്നപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 2 പേരെ കയറ്റുക എന്നതൊരു ആവശ്യമായി വന്നു. കാരണം ബൈലോയിൽ 4 പേര് വേണം എന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ട് വന്നപ്പോൾ പുരുഷന്മാരിൽ നിന്ന് മാറിയിട്ട് ഓൾറെഡി വോട്ട് കൂടുതലുണ്ടെങ്കിലും വോട്ട് കൂടുതലുള്ള ഒരാൾ മാറിയിട്ട് അങ്ങോട്ടേക്കൊരു സ്ത്രീയെ എടുക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി ബൈലോയിലുള്ള നിയമം. അപ്പം അത് പ്രകാരം ഞാൻ മാറുകയും പകരം അൻസിബയാണെന്ന് തോന്നുന്നു. അൻസിബ വരികയും ചെയ്തു. അൻസിബ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്, നല്ല ആളാണ്. എനിക്കതിലൊരു പരാതിയുമില്ല. കാരണം നമ്മുടെ ആകെ 100-300 പേരുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു സംഘടനയാണ്. അതിൽ മാറുന്നതിൽ എനിക്ക് യാതൊരു പരാതിയും ഇല്ലായിരുന്നു. സന്തോഷപൂർവ്വം ഞാൻ മാറുകയും ചെയ്തു. പക്ഷെ മാറിയ ശേഷം ഒരു പത്രസമ്മേളനം ഉണ്ടാവുകയോ ഈ ക്രമപ്രകാരം നടന്നത് ഇതാണെന്നോ ഇവരറിയിച്ചില്ല. അപ്പം ജയിച്ചവർ ജയിച്ചു, ബാക്കി എല്ലാവരും തോറ്റു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പുറത്തേക്ക് വന്നത്. അമ്മ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും നേരത്തെ ഇത് വ്യക്തമാക്കിയിരുന്നെങ്കിൽ പുരുഷന്മാരിൽ ആരെങ്കിലും ഒരാൾ നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറാകുമായിരുന്നുവെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ജനം, കൊച്ചി.